ഇന്നത്തെ പ്രധാന 5 വാർത്തകൾ. ബീഹാറിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും മഹാസഖ്യത്തിലെ കക്ഷികൾ എവിടെയും പിന്മാറാതെ നേർക്കുനേർ പോരിലാണ്. RJD ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെതിരെ മത്സരിച്ചിരുന്നു. 9 മണ്ഡലങ്ങളിൽ കക്ഷികൾ തമ്മിൽ നേരിട്ട് പോരിടുന്നു. ഈ പ്രശ്നങ്ങൾ മഹാസഖ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. വത്തിക്കാൻ ലൈബ്രറിയിൽ മുസ്ലിം പണ്ഡിതർക്കായി ചെറിയ പ്രാർത്ഥനാ മുറി ഒരുക്കി. അവർക്ക് ദിവസത്തിൽ 5 നേരവും നിസ്കരിക്കാൻ ഇവിടെ സാധിക്കും. പായയും ശാന്തമായ സ്ഥലവുമുള്ള ചെറിയ ലൈബ്രറി മുറിയാണിത്. ലോകത്തിലെ വിവിധ മതങ്ങളുടെ പഴയ രേഖകളും അറിവുകളും സൂക്ഷിക്കുന്നതിനാൽ ഈ മുറി സൗഹൃദത്തിന്റെയും ബഹുമാനത്തിന്റെയും പ്രതീകമായി കാണപ്പെടുന്നു. 36,000 അടി ഉയരത്തിൽ ഡെൻവറിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കുള്ള യുണൈറ്റഡ് ഫ്ലൈറ്റ് പറക്കുമ്പോൾ വിമാനത്തിന്റെ മുൻ വിൻഷീൽഡിൽ അജ്ഞാത വസ്തു ഇടിച്ച് പൊട്ടിത്തകർന്നു. സംഭവത്തിൽ പൈലറ്റിന്റെ കൈകളിൽ നിന്ന് രക്തമൊഴുകി. കോക്പിറ്റ് ഡാഷ്ബോർഡിലേക്കും ഗ്ലാസ് കഷ്ണങ്ങൾ പതിച്ചുവെങ്കിലും വിമാനം സുരക്ഷിതമായി സാൾട്ട് ലേക്ക് സിറ്റിയിലേക്ക് അടിയന്തര ലാൻഡിംഗ് നടത്തി. വിൻഷീൽഡ് തകർത്തത് ഉൽക്ക, ബഹിരാകാശ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ മൂലമാണെന്ന് നിർദ്ദേശിച്ചിട്ടും ഇത്തരം ഉയരങ്ങളിൽ ഇത്രയും വലിയ അപകടങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കി. കുവൈറ്റ് ഹൈദരാബാദ് വിമാനത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് 1.8 കിലോഗ്രാം സ്വർണം പിടിച്ചെടുത്തതായി ശംഷാബാദ് രാജ്യാന്തര വിമാനത്തിലെ DRI ഉദ്യോഗസ്ഥർ അറിയിച്ചു. സ്വർണത്തിന്റെ മൂല്യം ഏകദേശം 2.37 കോടി രൂപയാണ്. യാത്രക്കാരൻ ബാഗേജിൽ ഒളിപ്പിച്ച 7 സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ആമസോൺ വെബ് സർവീസ് സാങ്കേതിക പ്രശ്നം കാരണം ലോകമെമ്പാടും സ്നാപ്ചാറ്റ്, സൂം, ക്യാൻവ തുടങ്ങിയ നിരവധി വെബ്സൈറ്റുകളും ആപ്പുകളും പ്രവർത്തനം നിർത്തിവെച്ചു. പ്രധാനമായും അമേരിക്കയിലും ഇന്ത്യയിലും പ്രശ്നങ്ങൾ ഉണ്ടായി. ഇപ്പോഴും AWSലെ പ്രശ്നം വ്യക്തമല്ല. എന്നാൽ ലോകത്തിലെ പ്രധാന ക്ലൗഡ് സേവനമായതിനാൽ ഇതിന് വലിയ പ്രത്യാഘാതമുണ്ടായി. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.